കാസർഗോഡ് ബിരൻബയലിലെ സുനാമി ഫ്ളാറ്റുകളിലെ മത്സ്യത്തൊഴിലാളി ജീവിതം ദുരിതപൂർണമായി തുടരുകയാണ്. 1.5 പതിറ്റാണ്ട് മുൻപ് നിർമ്മിച്ച ഫ്ളാറ്റുകൾ പലതും പൊട്ടിപ്പൊളിഞ്ഞ് ചോർന്നൊലിക്കുന്ന അവസ്ഥയിലാണ്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് ഫ്ളാറ്റുകളുടെ ഉടമസ്ഥാവകാശ രേഖകൾ പോലും ലഭിച്ചിട്ടുമില്ല. സുനാമി തകർത്ത കാസർഗോഡ് നെല്ലിക്കുന്നിലെ 60-ലധികം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെയാണ് 16 വർഷം മുമ്പ് ബിരുന്തുവയലിലെ ഫ്ളാറ്റ് നിർമ്മിച്ച് മാറ്റിപ്പാർപ്പിച്ചത്. കടലോരത്തിന്റെ വിശാലതയിൽ നിന്ന് ഫ്ളാറ്റ് മുറിയുടെ കുടിസ് ജീവിതം നിവൃത്തികേട് കൊണ്ട് മാത്രം സ്വീകരിക്കുകയായിരുന്നു മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ. കേറിക്കിടക്കാൻ ഇടമില്ലാത്ത വിധം കിടപ്പാടവും സമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ട മനുഷ്യർ വർഷങ്ങൾക്ക് ശേഷം അസൗകര്യങ്ങൾ നിറഞ്ഞ ജീവിതത്തിലാണ്. പൊട്ടിപ്പൊളിഞ്ഞ ചോർന്നലിക്കുന്ന മേൽക്കൂരകൾ, യാതൊരു തടസ്സങ്ങളുമില്ലാതെ ഫ്ളാറ്റ് സമുച്ചയങ്ങളുടെ പൊതുവിടത്തിലേക്ക് പരന്നൊഴുകുന്ന മലിനജലവും കക്കൂസ് മാലിന്യങ്ങളും, ദുസ്സഹമായ ജീവിത പരിസരത്തു നിന്ന് ഇവർക്ക് പറയാനുള്ളത് ഇതൊക്കെയാണ്. ഞങ്ങൾക്ക് വീട് തന്നിട്ട് 15 വർഷമായി. വീട് തരുമ്പോൾ ഞങ്ങൾക്ക് ചാവി തരുമ്പോൾ കലക്ടറാണ് തരുന്നത്. കലക്ടർ തരുന്ന സമയത്ത് പിന്നെ വീട് നിങ്ങൾക്ക് താമസിക്കാം, 5 വർഷമാകുമ്പോൾക്ക് നിങ്ങൾക്ക് പട്ടയവും കാര്യമെല്ലാം ശരിയാക്കി തരും. ഇന്ന് 15 വർഷമായി. ഇന്നൊരു ഇതുവരെ തിരിഞ്ഞു നോക്കാനുള്ള ആൾക്കാരില്ല. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന് കിണർ വരെ ഇത് പൂച്ചയും ഈ എലികളും എല്ലാം തുളച്ചിട്ട് ഇതായിട്ടുണ്ട്, പൊട്ടിയിട്ട്. ആ വെള്ളമാണ് ഞങ്ങൾ കുടിക്കുന്നത്. പരാതി മുനിസിപ്പാലിറ്റിയിൽ പറഞ്ഞ്, കലക്ടറേറ്റിലും നമ്മൾ എല്ലായിടത്തും പറഞ്ഞിന്. എന്നിട്ട് പരാതി ഇത് തന്നെ. വീട്ടിൻ്റെ ഉള്ളിൽ മഴ പെയ്താൽ പിന്നെ ഇരിക്കാൻ പറ്റൂല, എല്ലാം ചോർച്ച തന്നെ. പിന്നെ എല്ലാം ഇപ്പോൾ ഈ കക്കൂസിൻ്റെത് അങ്ങനെ. പല ഫ്ളാറ്റുകളും ചോർന്നൊലിച്ച് ഏതു സമയവും പൊളിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ്. പലരുടെയും വീടുകളിലെ ഇലക്ട്രിക് വയറിങ്, സ്വിച്ച് ബോർഡുകൾ ഇവ പൊട്ടിപ്പൊളിഞ്ഞു കിടപ്പാണ്. മഴ നനഞ്ഞ ചുമരുകളിൽ നിന്ന് പലപ്പോഴും താമസക്കാർക്ക് ഷോക്കേൽക്കുന്നതും പതിവ്. വീടുകളിലെ പുരുഷന്മാർ കടലിൽ പോകുമ്പോൾ ടൗണിലെ കടകളിലും മറ്റുമാണ് സ്ത്രീകൾ പണിക്ക് പോകുന്നത്. കുട്ടികൾക്ക് പഠിക്കാനോ ഒത്തുചേരാനോ ഒരു പൊതുവിടം പോലും ഇവിടെയില്ല. ഫ്ളാറ്റുകളുടെ ഉടമസ്ഥാവകാശത്തിന് ഒരു രേഖ പോലും വർഷങ്ങളായിട്ടും ഇവർക്ക് കൈമാറിയിട്ടില്ല. അതുകൊണ്ട് വീട് അറ്റകുറ്റപ്പണിക്ക് ഒരു വായ്പ എടുക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലാണ് ഈ മനുഷ്യർ. ഞങ്ങൾക്കൊന്നും രേഖയില്ല. ഞങ്ങളെ പറയാൻ വേണ്ടിയില്ല, രേഖയില്ല. അല്ല, ഗവൺമെന്റിന്റെ കയ്യിലാണെന്നുള്ളത്. ഞങ്ങൾക്ക് തരേണ്ടത്, ഗവൺമെന്റ് തരേണ്ടത് ഈ സുനാമി ഫണ്ടെന്ന് പാസ്സായത് 30 സെന്റ് സ്ഥലവും ഒരു വീട് സെപ്പറേറ്റ് ആണെന്ന് തരട്ട്. എല്ലാ നാട്ടിലും അങ്ങനെ ഇതായിരുന്നു. ഈ കാസർഗോഡ് മാത്രമോ ഇങ്ങനെ മുകളിൽ ഇട്ടിട്ട് കെട്ടി പരക്കം അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറയും കൂട്ടി തന്നെ എപ്പോഴും ഇല്ല. ആരും ഇങ്ങനെ വന്നുകൊണ്ട് പോകുന്നു. മുനിസിപ്പാലിറ്റിയിൽ നിന്നും മറ്റിടത്തു നിന്നെല്ലാം വന്ന് പോകുന്നല്ലാണ്ട് ആരും ഒന്നും ചെയ്യുന്നില്ല തീരെ. കടൽ ബാക്കി വെച്ച ജീവിതം കൊണ്ടാണ് ഉയിര് കയ്യിൽ പിടിച്ച് എങ്ങോട്ടെന്നില്ലാതെ ഓടി സർക്കാർ ദാനമായി നൽകിയ ഇടുങ്ങിയ ഫ്ളാറ്റുകളിൽ താമസമുറപ്പിച്ചത്. സർക്കാർ നൽകാമെന്ന് പറഞ്ഞ അടിസ്ഥാന സൗകര്യങ്ങൾ പലതും പാതി വഴിക്ക് നിലച്ചു. വർഷങ്ങൾക്കിപ്പുറം കക്കൂസ് മാലിന്യങ്ങൾ ഒഴുകിപ്പരന്ന വീട്ടുപരിസരത്താണ് നൂറുകണക്കിന് കുടുംബങ്ങൾ കഴിഞ്ഞുകൂടുന്നത്. അറ്റകുറ്റപ്പണിയെങ്കിലും എടുക്കാതെ ഈ ഫ്ളാറ്റുകളിലെ ജീവിതം അപകടകരമാണ്. അടിയന്തരമായി ഇടപെടുമെന്ന് കളക്ടർ പറയുമ്പോഴും എന്താണ് പരിഹാരമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പ്രളയകാലത്ത് വലിയ വൈകാരികതയോടെ നമ്മൾ പറഞ്ഞതാണ്, ഇതാ കേരളത്തിൻ്റെ സ്വന്തം സൈന്യമാണ് ഈ ജനത എന്ന്. പക്ഷേ ഇത്തരം ജനത താമസിക്കുന്ന ഇടമാണിത്. വർഷങ്ങളായി ഈ ദുരിതത്തിലാണ് ഈ മനുഷ്യർ. കാസർഗോഡ് നിന്നും രതീഷ് വാസ്തവൻ, ന്യൂസ് മലയാളം.